ആലുവയിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് 40 പവൻ സ്വർണവും പണവും കവർന്ന കേസിൽ വഴിത്തിരിവ്. ചെമ്പകശ്ശേരി ആശാൻ കോളനിയിൽ ഇബ്രാഹിംകുട്ടിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ആലുവ നഗരത്തോട് ചേർന്നുള്ള വീട്ടിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് 40 പവനും 8.5 ലക്ഷം രൂപയും കവർന്ന സംഭവത്തിലാണ് വഴിത്തിരിവ്. കഴിഞ്ഞ ദിവസം ചെമ്പകശ്ശേരി ആശാൻ കോളനിയിൽ ഇബ്രാഹിംകുട്ടിയുടെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. കാസിനോ തിയേറ്ററിന്റെ സമീപത്തുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ വീട്ടില് പകൽ സമയത്ത് ഏകദേശം 40 പവനും അതുപോലെ തന്നെ 8.5 ലക്ഷം രൂപയോളം മോഷണം നടന്നതായിട്ടുള്ള ഒരു അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ പോവുകയും ഉടനെ തന്നെ ഈ വിവരം ജില്ലാ പോലീസ് മേധാവി വൈഫ് സക്സേന സാറ് അറിയുകയും ഉടനെ തന്നെ എനിക്ക് നിർദ്ദേശം നൽകുകയും ഒരു ടീം രൂപീകരിച്ച ഉടനെ തന്നെ അന്വേഷണം നടത്തുന്നതിന് ടീം രൂപീകരിക്കാൻ പറയുക. അതിന്റെ അടിസ്ഥാനത്തിൽ ആലുവ എസ് ഐമാരായിട്ടുള്ള നന്ദകുമാർ, ശ്രീലാല്, അതുപോലെ തന്നെ തൊട്ടടുത്ത ബിനാനുവര എസ് ഐ ഹാരിഷ്, എടത്തല എസ് ഐ അരുൺ, അമീർ, അതുപോലെ മനോജ്, നൗഫൽ, ഇത്രയും പേര് ടീം ചേർന്നിട്ടുള്ള വലിയൊരു 20 പേര്, ഇത് കൂടുതലുള്ള മറ്റ് പോലീസ് സേനാംഗങ്ങളെ ചേർത്തിട്ടുള്ള 20 പേരടങ്ങിയുള്ള ടീം ഇത് അന്വേഷിക്കുകയും വീട്ടിൽ അനർത്ഥമുണ്ടാകുമെന്ന് ഭയപ്പെടുത്തി തൃശൂർ സ്വദേശി ചിറമങ്ങാട് പാലക്കാട് വീട്ടിൽ അൻവർ ഉസ്താദ് എന്നയാൾ ഗ്രഹനാഥിയായ ലൈലയെ കൊണ്ടാണ് കവർച്ച നടത്തിച്ചത്. ഇബ്രാഹിം കുട്ടിയുടെ ഭാര്യ ലൈല തൃശൂർ സ്വദേശിയും കളമശ്ശേരിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അൻവർ ഉസ്താദ് എന്നയാളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ പണവും സ്വർണവും ഉണ്ടെന്നറിയിച്ചതോടെ വീട്ടിൽ സമ്പത്ത് സൂക്ഷിച്ചാൽ അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നും ജീവഹാനി വരെ സംഭവിച്ചേക്കാമെന്നും ഗ്രഹനാഥിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഉസ്താദ് അദ്ദേഹത്തിന് ഇവരുടെ ഇത്തരം രീതിയിലുള്ള അറിവില്ലായ്മ ഉപയോഗപ്പെടുത്തി വീട്ടിലെ സ്വർണവും അതുപോലെ പണവും ഉണ്ടെന്ന് ഉസ്താദിന് മനസ്സിലാകുകയും അവര് ബിസിനസ്സും മറ്റു കാര്യങ്ങളും നടത്തുന്നവരാണെന്ന് മനസ്സിലാകുകയും വീട്ടിൽ പണമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അതെങ്ങനെയെങ്കിലും കൈവശമാക്കണം എന്നുള്ള ഉസ്താദിന്റെ ബുദ്ധി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പണത്തിലും അതുപോലെ തന്നെ സ്വർണത്തിലും എന്നാണ് ഇങ്ങനെയുള്ള ക്ഷുദ്രക്രിയകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വീട്ടിലിരിക്കുന്നത് ദോഷമാണെന്ന് പറയുകയും വീട്ടിലെത്തിയ പ്രതി കവർച്ച നടത്തേണ്ട രീതി ലൈലയെ പഠിപ്പിച്ചു. തുടർന്ന് പലപ്പോഴായാണ് വീട്ടിലിരുന്ന സ്വർണവും പണവും ഇയാൾക്കെടുത്തു നൽകിയതെന്നും പണം നഷ്ടപ്പെട്ടത് ബോധ്യപ്പെടുത്താനാണ് കവർച്ചാ നാടകം നടത്തിയതെന്നുമാണ് പോലീസിനെ അറിയിച്ചത്. വീടിന്റെ മുൻഭാഗത്തെ കതക് പൊളിച്ച നിലയിലുമായിരുന്നു. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് ഈ സമയം കടന്നുപോയവരെയെല്ലാം നിരീക്ഷിച്ചെങ്കിലും സംശയകരമായി ആരെയും കണ്ടെത്തി. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത്. പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്ന ബിസിനസ്സുകാരനായതിനാലാണ് വലിയ തുക സൂക്ഷിച്ചിരുന്നതെന്നും ഭാര്യ ലൈലയുടെയും വിവാഹിതയായ മകളുടേതുമാണ് സ്വർണമെന്നും അറിയിച്ചു. റൂറൽ SP വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ ആലുവ DYSP രാജേഷ് TRന്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ചായിരുന്നു സ്വർണം കണ്ടെടുത്തത്. ഉസ്താദിനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ക്വാഡ് സെയിം ടീമും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് ബാക്കിയുള്ള റിക്കവറീസും മറ്റു കാര്യങ്ങളും വരണം. സ്വർണവും അതുപോലെ തന്നെ പണവും പല സ്ഥലങ്ങളിലും അത് ചെലവാക്കി പോയതും അതുപോലെ തന്നെ പണയം വിറ്റിട്ടുണ്ട്. പല ബാങ്കുകൾ വിറ്റിട്ടുണ്ട്. അതിന്റെ റിക്കവറി നടത്തണം. ന്യൂസ് ബ്യൂറോ, ആലുവ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,